കോഴിക്കോട് കോർപ്പറേഷനിലെ ചാലപ്പുറം ഡിവിഷനിൽ CMP കൈമാറിയെ തുടർന്ന് കോൺഗ്രസിൽ നിന്നും രാജിവെച്ച മണ്ഡലം പ്രസിഡന്റ് അയൂബ് വിമതനായി മത്സരരംഗത്ത്. വർഷങ്ങളായി കോൺഗ്രസിന്റെ കുത്തക ഡിവിഷനായ ചാലപ്പുറത്ത് അയൂബിന്റെ സ്ഥാനാർത്ഥിത്വം UDFന് വൻ തിരിച്ചടിയാണ്. അയൂബിനൊപ്പം മുഴുവൻ ബൂത്ത് കമ്മിറ്റിയും മണ്ഡലം ഭാരവാഹികളും രാജിവെച്ചിരുന്നു. കോഴിക്കോട് കോർപ്പറേഷനിൽ വർഷങ്ങളായി കോൺഗ്രസ് ജയിച്ചുകൊണ്ടിരുന്ന ചാലപ്പുറം ഡിവിഷൻ ഇത്തവണ CMPക്ക് കൈമാറിയതിൽ പ്രതിഷേധിച്ച് പാർട്ടിയിലെ സ്ഥാനങ്ങൾ രാജിവെച്ച് കൂട്ടമായി പ്രവർത്തകർ പുറത്തേക്ക് ഇറങ്ങിയ ചാലപ്പുറം ഡിവിഷനിൽ നിന്നും കോൺഗ്രസിന്റെ മുൻ നേതാവ് അയൂബ് ഇത്തവണ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. ഒടുവിൽ സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തിറങ്ങി പ്രചരണം ഊർജിതമായി മുന്നോട്ട് നീങ്ങുന്നു. എന്താണ് ഈ തവണ കോൺഗ്രസിനെതിരെ തന്നെ അല്ലെങ്കിൽ UDFനെതിരെ തന്നെ മത്സരിക്കാനുണ്ടായ സാഹചര്യം? ഞാനൊരിക്കലും കോൺഗ്രസിനെതിരല്ല, ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയാണ് എൻ്റെ മത്സരം. അതുപോലെ തന്നെ ഞാനിപ്പം 3-4 ദിവസമായി വീടാന്തരം കയറി പ്രചരണത്തിലാണ്. നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ഇതാണ് ജനങ്ങളിൽ നിന്ന് എനിക്ക് സപ്പോർട്ടാണ് കിട്ടുന്നത്. അവർ പറഞ്ഞത് നീയാണ് വരേണ്ടത്, നീയാണ് ഇവിടുത്തെ ജനങ്ങൾ അറിയുന്നവന്, നീ ജനങ്ങൾക്ക് വേണ്ടി മരിക്കുന്നവനാണ് എന്നൊക്കെയാണ് അവരിങ്ങോട്ട് പറയുക. ഞാൻ പറയുന്നതല്ല അതല്ല. അപ്പം ഞാൻ അവരെ ഫസ്റ്റ് തന്നെ ഓരോ റൗണ്ട് സിംഗിളായിട്ട് ഇവരാരും ഇല്ലാതെ ഓരോ വീടുകളിലും ഞാൻ ചെന്നു, ഓരോരുത്തരെ ഇൻഡിവിജ്വലായിട്ട് കണ്ടപ്പോൾ അവർ പറയുന്നത് നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ, ഗോ ഹെഡ്, ഡോണ്ട് വെറി, അതാണ് എന്നോട് പറഞ്ഞത്. ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ട്. ഇത് ആരും പെയ്ഡ് സ്റ്റാഫല്ല, ഒക്കെ ഇവിടുത്തെ എൻ്റെ വോട്ടർമാരും എൻ്റെ സഹപ്രവർത്തകരുമാണ്. എനിക്ക് ബാങ്കിൻ്റെ സ്റ്റാഫിനെ വിഡ്രോ ചെയ്തിട്ട് കുറേ ഒരു ആൾക്കൂട്ടം കൂട്ടിയിട്ടൊന്നും വോട്ട് അഭ്യർത്ഥിക്കാനുള്ള കഴിവില്ല. പക്ഷേ ചാലപ്പുറത്തെ ജനങ്ങളെ എൻ്റെ കൂടെ കൂട്ടാനുള്ള കഴിവും അവർക്ക് വേണ്ടി എന്തും ചെയ്യാനും അവർക്ക് വേണ്ടി മരിക്കാനും തയ്യാറുള്ള ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. അപ്പം അവരെൻ്റെ കൂടെ നിർബന്ധമായിട്ടുണ്ടാവും എന്നുള്ള അവർ വാക്ക് തന്നിരിക്കുകയാണ്. ഇത് വെറും മറ്റുള്ളവരാരെങ്കിലും തോൽപ്പിക്കാനല്ല എൻ്റെ മത്സരം. എൻ്റെ മത്സരം വിജയിക്കാനുള്ളതാണ്. അത് ഞാൻ വിജയിച്ചിരിക്കും. അത്രയും ജനങ്ങളെ സപ്പോർട്ട് കൊണ്ട് എനിക്ക് ഉറപ്പാണ്. ഈ പേയ്മെന്റ് സ്ഥാനാർത്ഥിയാണെന്നുള്ള വാദത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണോ? കാരണം CMPക്ക് വാർഡ് കൊടുത്തതിൽ പ്രതിഷേധിച്ചു, അതായത് പ്രാദേശിക തലത്തിൽ ഒരു ആശയവിനിമയം ഇല്ലാതെയാണ് അത് ചെയ്തതെന്നതിൽ പ്രതിഷേധിച്ചാണല്ലോ താങ്കളെ അടക്കം പുറത്തേക്ക് ഇറങ്ങിയത്. അതായത് പേയ്മെന്റ് സീറ്റാണ്. ഇപ്പം നമ്മളൊരു കാൻഡിഡേറ്റിനെ കണ്ടില്ലേ, സ്വന്തം വോട്ട് പോലും ഉണ്ടോ എന്ന് നോക്കാതെ വിറ്റിരിക്കുകയാണ്. അദ്ദേഹത്തെ പറ്റി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അവർ സ്ഥാനാർത്ഥി ഒരു വേറെ സ്ഥലത്തേക്ക് നട്ടു വീഴുമ്പം കോർപ്പറേഷനിൽ മത്സരിക്കാനുള്ള സാമാന്യ യോഗ്യത, അയാൾക്ക് കോർപ്പറേഷനിൽ ഒരു വോട്ട് വേണം എന്നുള്ളത് പോലും ചിന്തിക്കാതെ പണം മാത്രം ആവശ്യപ്പെടുന്ന നേതൃത്വമാണ് കോഴിക്കോടുള്ളത്. അവർ ചെയ്യുന്ന പോരായ്മകൾക്കെതിരെയുള്ള ശബ്ദമാണ് എന്റേത്. ഈ പോരാട്ടം നിർത്തുന്നില്ല. എന്റെ ജീവനുള്ളിടത്തോളം കാലം അനീതിക്കെതിരെ പോരാടും. ജനനന്മയ്ക്ക് വേണ്ടി ഞാൻ ജനങ്ങളുടെ ഒപ്പം ഉണ്ടാവും. ഈ സംഘടനാ തലത്തിലെ വീഴ്ചയാണോ ഈ ജില്ലാ കോൺഗ്രസ് നേതൃത്വം നടക്കും? കാരണം ഒരു സ്ഥാനാർത്ഥി മത്സരിക്കാൻ പോകുമ്പോൾ അയാൾക്ക് കോർപ്പറേഷനിൽ വോട്ടുണ്ടോ എന്നുള്ളൊരു മിനിമം കാര്യം പോലും നോക്കാതെയാണ് മത്സരരംഗത്ത് ഇറക്കിയത്. അത് സംഘടനാ തലത്തിലുള്ള വീഴ്ച തന്നെയല്ലേ. ഞാനൊക്കെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ വോട്ടർ ലിസ്റ്റ് കിട്ടിയാൽ എന്റെ വോട്ടുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് ഞാൻ മറ്റുള്ളവരെ വോട്ടുണ്ടോ എന്ന് നോക്കുകയുള്ളൂ. ഇതൊന്നുമില്ല. ഇത് ഇയാൾ 2020 പോലും വോട്ട് ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനത്തെ ഒരു നേതൃത്വമാണ്. നിങ്ങൾ കുറച്ച് പൈസ തന്നല്ലോ, നിങ്ങൾ തന്നെ അവിടെ സ്ഥാനാർത്ഥി. ആ രീതിയിലാണ് ജില്ലാ നേതൃത്വം ഇടപെടുന്നതും പ്രവർത്തിക്കുന്നതും. ഇത്തരം പ്രവൃത്തികൾ നാട്ടിൽ നമുക്ക് വെച്ചു കൊടുക്കാൻ പറ്റില്ല. നമ്മളെ ഈ രാഷ്ട്രീയ പ്രവർത്തനം പൊതുജന സേവനത്തിനും നന്മയ്ക്കും നാട്ടിന്റെ പുരോഗതിക്കും വേണ്ടിയുള്ളതാണ്. അല്ലാതെ സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാൻ വേണ്ടി നടക്കുന്ന നേതൃത്വത്തിനെതിരെയുള്ള അതിശക്തമായ പോരാട്ടം തന്നെയാണ് ഞാൻ നടത്തുന്നത്. ബിനുവിന്റെയും പേയ്മെന്റ് സീറ്റാണെന്നാണ് താങ്കൾ? അത് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന കാര്യമല്ലേ, ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമല്ലല്ലോ. അല്ലാതെ ഒരു വോട്ടില്ലാത്ത ഒരാളെ അവിടെ കൊണ്ടുവന്ന് ഇടണമെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ എന്താണ്? മേയർ സ്ഥാനാർത്ഥിയാണ്. അത് അങ്ങനെയൊക്കെ ആണ് പറയല്. എന്തായാലും മേയർ സ്ഥാനാർത്ഥി ഒക്കെ, പക്ഷെ അയാൾക്ക് വോട്ടുണ്ടോ അറിയാതെ എങ്ങനെ മേയർ സ്ഥാനാർത്ഥിയാവും? വോട്ടില്ലാത്ത ഒരാൾ മേയർ സ്ഥാനാർത്ഥി ആവാൻ പറ്റുമോ? വിജയിക്കുമെന്ന് തന്നെയാണ് ഇവിടെ പ്രതീക്ഷ. 100% വിജയം ഉറപ്പിച്ചു കഴിഞ്ഞ ഒരു സ്ഥാനാർത്ഥിയാണ് ഞാൻ. രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാവിധ പ്രവർത്തകരുടെയും പിന്തുണ CPMന്റെ ആയിക്കോട്ടെ, BJPയുടെ ആയിക്കോട്ടെ, കോൺഗ്രസിന്റെ തന്നെ അനുഭാവികളും ധൈര്യമായിട്ട് നീ നിന്നോ, നീ നീതിക്ക് വേണ്ടിയിട്ടാണ് പൊരുതുന്നത്, നീതിയുടെ കൂടെ ഉണ്ടാവും. ഒരാളെന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഭൂമിയിൽ അധർമ്മം വരുമ്പോഴാണ് അധർമ്മം വന്ന് അസുരന്മാരെ നിഗ്രഹിക്കാനാണ് കൃഷ്ണ ഭഗവാൻ ഒരു അവതാരമായിട്ട് ഇറക്കിയിട്ടുള്ളത്. അതുപോലത്തെ ഒരു അവതാരമായിട്ടാണ് ഞാൻ നിങ്ങളെ കാണുന്നത് എന്ന് പറഞ്ഞ ആളുകൾ വരെ ഈ സ്ഥലത്തുണ്ട്, ചാലപ്പുറത്തുണ്ട്.
എന്തായാലും സീറ്റിൽ വിജയം നേടുമെന്നാണ് പ്രതീക്ഷ. ഒപ്പം ഈ കോൺഗ്രസിലെ ജില്ലാ ഘടകത്തിന്റെ ഈ തെറ്റായ സംഘടനാ കീഴ്വഴക്കങ്ങൾക്കെതിരെ അല്ലെങ്കിൽ പേയ്മെന്റ് സ്ഥാനാർത്ഥികൾ നിർത്തുന്നതിനെതിരെയൊക്കെയാണ് തന്റെ പോരാട്ടത്തെ അയൂബ് വിശേഷിപ്പിക്കുന്നത്.